നമസ്കാരം. ധനുഷ് സ്പീച്ച് ടിപ്സിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 9 നടന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിൻ്റെ ആൻസർ കീ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 102/2025 ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. രാഷ്ട്രത്തിൻ്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്ത രാജ്യം ഏതാണ്? രാഷ്ട്രത്തിൻ്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ചിനാംബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവും ബന്ധപ്പെട്ടതാണ്? ചിനാംബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവും ബന്ധപ്പെട്ടതാണ്? ആസ്റ്റക് സംസ്കാരം. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരും ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരും ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ 1963 കൊച്ചി പിടിച്ചെടുത്തു. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ഈ വിഭാഗത്തിന് യോജിക്കുന്നവ ബിയിൽ നിന്ന് എഴുതിയിട്ട് കണ്ടെത്തി ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക, ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അതായത് ജെ.എം. ചാറ്റർജി മൂന്നാമത്തതാണ്. ഭാരതമാ സൊസൈറ്റി, ബരീന്ദ്രനാഥ് ഘോഷ് അനുശീലൻ സമിതി, ചന്ദ്രശേഖർ ആസാദ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, വി.ഡി. സാവർക്കർ, അഭിനവ് ഭാരത്. ഒന്നുകൂടി, ജെ.എം. ചാറ്റർജി, ഭാരതമാതാ സൊസൈറ്റി, ബരീന്ദ്ര ഘോഷ് അനുശീലൻ സമിതി, ചന്ദ്രശേഖർ ആസാദ് ചന്ദ്രശേഖർ ആസാദ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, വി.ഡി. സാവർക്കർ, അഭിനവ് ഭാരത്. നെക്സ്റ്റ് വൺ, 1957 കലാപത്തിൽ ആറയിൽ നിന്നും നേതൃത്വം നൽകിയ നേതാവ് ഏതായിരുന്നു? ആൻസർ കുൻവർ സിംഗ്. ആറയിൽ കുൻവർ സിംഗ്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ, ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടിച്ചേർന്ന് അരുവികൾ ഉണ്ടാകുന്നു. ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടിച്ചേർന്ന് അരുവികൾ ഉണ്ടാകുന്നു. നെക്സ്റ്റ് വൺ, സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികളാണ്. സിന്ധുവിൻ്റെ കിഴക്കൻ പോഷക നദികൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്. രവി, ബിയാസ്, സത്ലജ്. നെക്സ്റ്റ് വൺ, അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു. ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു. നെക്സ്റ്റ് വൺ, നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഭൂമധ്യരേഖാ കാലാവസ്ഥാ പ്രദേശം. നെക്സ്റ്റ് വൺ, ധുന്ദർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത്? ആൻസർ, നർമ്മദ. നെക്സ്റ്റ് വൺ, ട്രൈപ്പനോസോമിയാസിസ് എന്ന പരാത ട്രിപ്പനോസോമിയാസിസ് ട്രിപ്പനോസോമയാണ്. ട്രിപ്പനോസോമിയാസിസ് എന്ന പരാതജീവി രോഗത്തിന് ട്രിപ്പനോസോമ ഗാംബിയൻസ് എന്നാണ് അതിൻ്റെ പേര്. നോക്കട്ടെ. എന്ന രോഗത്തിന് കാരണമായ പ്രാണി ഏതാണ്? ആൻസർ, സെറ്റ്സേ ഫ്ലൈ. നമ്മൾ എഴുതുമ്പോൾ അത് ടെസ്റ്റിങ്ങനെ എഴുതുക. ടെസ്സി ഫ്ലൈ ആണ്. ഇത് ട്രിപ്പനോസോമ ഗാംബിയൻസ്. ട്രിപ്പനോസോമിയാസ് എന്ന അസുഖത്തിൻ്റെ പേര് ട്രിപ്പനോസോമ ഗാംബിയൻസ് എന്നാണ് ആ ജീവി. ആ ജീവിയുടെ പേര്. അമീബ, അതായത് എന്താ പറയുന്നത്, യൂഗ്ലീനെ പോലൊക്കെ ഏകദേശം ഇരിക്കും. ട്രിപ്പനോസോമിയാസിസ് എന്ന പരാതജീവി രോഗത്തിന്, ആ രോഗമാണത്, അതിന് കാരണമായ പ്രാണി ടെസ്സി ഫ്ലൈ. ടെസ്സി ഫ്ലൈ. ഇങ്ങനെ ഇംഗ്ലീഷ് എഴുതുന്ന ഇങ്ങനെ ആയിരിക്കും, ടെസ്സി ഫ്ലൈ.
നെക്സ്റ്റ് വൺ, അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, കാപ്പി. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പെട്രോളിയം. നെക്സ്റ്റ് വൺ, ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദി ഏതാണ്? ദാവോസ്. പേയ്മെൻറ്റ് ബാങ്കുകളുടെ സവിശേഷതകൾ ഏതെല്ലാമാണ്? പേയ്മെൻറ്റ് ബാങ്കിൻ്റെ സവിശേഷതകൾ ഏതെല്ലാമാണ്? 1ഉം 4ഉമാണ് ഓപ്ഷൻ ഡി ആൻസർ. 1ഉം 4ഉമാണ് ശരി. 1,00,000 രൂപ വരെ വ്യക്തിയിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുന്നു. നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നു. 1,00,000 രൂപ വരെ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ വ്യക്തിയിൽ നിന്നും നിക്ഷേപമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. പേയ്മെൻറ്റ് ബാങ്കാണ്. നെക്സ്റ്റ്, നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ്? ആൻസർ 8ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നെക്സ്റ്റ് വൺ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി, സാരഥി ആൻഡ് പ്രവാഹ്. സാരഥി ആൻഡ് പ്രവാഹ്. നെക്സ്റ്റ് വൺ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേരെന്താണ്? ആൻസർ ഡ്രാഗൺ. ഡ്രാഗൺ. നെക്സ്റ്റ് വൺ, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 17 മലയാളികൾ ഉണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം? ഭരണഘടനാ നിർമ്മാണ സഭയിൽ 17 മലയാളി ഉണ്ടായിരുന്നു. ഇതിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിലുള്ള അംഗം? ഓപ്ഷൻ ബി, പനമ്പള്ളി ഗോവിന്ദമേനോൻ. പനമ്പള്ളി ഗോവിന്ദമേനോൻ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ആൻസർ ഓപ്ഷൻ എ, ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന്. ഓപ്ഷൻ എ, ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന്. നെക്സ്റ്റ് വൺ, തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? ആൻസർ ഓപ്ഷൻ ബി, 5 വർഷം. നെക്സ്റ്റ് വൺ, എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടന ഉൾപ്പെടുത്തിയത്? ആൻസർ 52ാം ഭേദഗതി. തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി, കാർഷിക വരുമാന നികുതി. നെക്സ്റ്റ് വൺ, സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. നെക്സ്റ്റ് വൺ, ക്രമത്തിൽ എഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ളത് സി ആണ്. അതായത് ലോകാരോഗ്യ ദിനമാണ്. നമ്മുടെ അവകാശങ്ങൾ, നെക്സ്റ്റ് വൺ, നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്ന് പറയുമ്പോൾ അത് അടുത്തത് മനുഷ്യാവകാശ ദിനമായിട്ടുള്ളതാണ്. നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി എന്ന് പറയുമ്പോൾ ഭൗമദിന പ്രമേയം 2025 തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ എന്ന് പറയുമ്പോൾ അത് യോഗ ദിനമായിട്ടുള്ളതാണ്. ഒന്നുകൂടി, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം, ലോകാരോഗ്യ ദിനമായിട്ടുള്ളത്. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്താണ്? മനുഷ്യാവകാശ ദിനമാണ്. നമ്മുടെ ഊർജ്ജം നമ്മുടെ ഭൂമി ഭൗമദിന പ്രമേയം. തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ ദിനമായി ഉള്ളതാണ്. നെക്സ്റ്റ് വൺ, എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ നേർവഴി. നേർവഴി. ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതിയാണ് ലോക് അദാലത്ത്? ഏത് വിഭാഗത്തിൽപ്പെടുന്ന
കോടതി ആണ്. മുൻസിഫ് കോടതി. ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്യോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത്? ആൻസർ അർബൻ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അർബൻ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. നെക്സ്റ്റ് വൺ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാം? പത്തനംതിട്ട, തൃശ്ശൂർ. നെക്സ്റ്റ് വൺ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? AK ആൻ്റണി. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ്? ഷാജഹാൻ. എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ആൻസർ ആനയറ. കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏവ? കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? മെഡിക്കൽ കോളേജുകൾ. നെക്സ്റ്റ് വൺ, ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗം ഏതാണ്? ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗം ഏതാണ്? ഷഡ്പദങ്ങൾ, ആർത്രോപോഡ്സ് എന്നാണ് ഷഡ്പദങ്ങൾ. കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാൻസർ ബോധവൽക്കരണം. ക്യാൻസർ ബോധവൽക്കരണം. നെക്സ്റ്റ് വൺ, പെല്ലാഗ്ര ഏത് ജീവകത്തിൻ്റെ അഭാവങ്ങളുണ്ടാകുന്ന രോഗമാണ്? പെല്ലാഗ്ര. ആൻസർ വിറ്റമിൻ B3. കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിന് ആവശ്യമായ ഊർജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശഘടകം ഏതാണ്? ആൻസർ മൈറ്റോകോൺട്രിയ. നെക്സ്റ്റ് വൺ, എംഫീസിമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ C, സിഗരറ്റ് സ്മോക്കിംഗ്. നെക്സ്റ്റ് വൺ, AB നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? AB നെഗറ്റീവ് ഗ്രൂപ്പിന് കൊടുക്കേണ്ടത് രക്തഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ B, A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവും അവർക്ക് സ്വീകരിക്കാൻ പറ്റും. സാർവിക സ്വീകർത്താവാണ് ആര്? AB ഗ്രൂപ്പുകൾ. സോ AB നെഗറ്റീവ് എന്ന് പറയുമ്പോൾ A നെഗറ്റീവ് കൊടുക്കാൻ പറ്റും, B നെഗറ്റീവ് കൊടുക്കാൻ പറ്റും, AB നെഗറ്റീവ് O നെഗറ്റീവിനും കൊടുക്കാൻ പറ്റും. ആൻസർ ഓപ്ഷൻ B. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 3 ശരിയായത്. മന്തി രോഗത്തിൻ്റെ രോഗകാരിയാണ് വിച്ചേറിയ ബ്രാങ്കോഫ്റ്റി എന്ന വിരകൾ. പ്രായപൂർത്തിയായ മന്ദവിരകൾ ലസിക വ്യവസ്ഥയെ ലിംഫാറ്റിക് വ്യവസ്ഥയാണ് വസിക്കുന്നത്. മന്ദവിരകൾ ലിംഫാറ്റിക് വ്യവസ്ഥയിലാണ് വസിക്കുന്നത്. നെക്സ്റ്റ് വൺ, പരിണിതബലം നെറ്റ് ഫോഴ്സ് ആയ ഗ്രാഫ് ഏതാണ്? നെറ്റ് ഫോഴ്സ് 0 പരിണിതബലം നെറ്റ് ഫോഴ്സ് 0 ഗ്രാഫ് ഇവിടെ ഏതാണ്? ഓപ്ഷൻ എയിൽ കാണുന്നതാണ്. നേർരേഖയിലാണത് പോവുക. ദൂരവും സമയം എടുത്താൽ നേർരേഖയിൽ പോകുന്നു ഗ്രാഫ്. നെക്സ്റ്റ് വൺ, പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ്? പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ്? ശബ്ദതരംഗം. കഷണമില്ലാത്ത ഒരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ഈ വസ്തുവിന് ലഭിക്കുന്ന ത്വരണം എത്രയാണ്? 1.2 m/s². കഷണമില്ലാത്ത ഒരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നത് ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വസ്തുവിനിരിക്കുന്ന അല്ലെങ്കിൽ അതിന് ലഭിക്കുന്ന ത്വരണം എത്രയാണ്? നിശ്ചലാവസ്ഥയിരിക്കുന്ന വസ്തുവിൻ്റെ ത്വരണം എത്രയാണ്? ഇവിടെ 810 അല്ലേ? 10 കിലോഗ്രാം ആണ്. 20 കിലോഗ്രാം ഇങ്ങോട്ട് കൊണ്ട് 8 ന്യൂട്ടൺ അല്ലേ? 10 കിലോഗ്രാം ഭാരമുള്ള വസ്തുവാണ്. 20 ന്യൂട്ടണാണ് വരിക. ഇവിടേക്ക് 8 ന്യൂട്ടൺ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ത്വരണം എത്രയെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 1.2 m/s². സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ C, ആദിത്യ L1. അടുത്തിടെ വാർത്തകൾ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? സ്നോ ബ്ലൈൻഡ് എന്താണ്? മാൽവെയർ ആണല്ലേ. സ്നോ ബ്ലൈൻഡ് മാൽവെയർ. ഒരു ആറ്റത്തിൻ്റെ M ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 16. നെക്സ്റ്റ്, ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ
300 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള മർദ്ദം 1.3 ATM ആണ്. ഇപ്പോഴത്തെ വ്യാപ്തം 10 L ആണ്. താപത്തിൽ വ്യത്യാസമില്ലാതെ ഈ വാതകത്തിൻ്റെ വ്യാപ്തം 2.6 L ആയി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണ്? ഓപ്ഷൻ ബി 5 ATM. ഫിസിക്സ് പ്രോബ്ലം തന്നെ വന്നിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ്, മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരാണ്. മാഗ്നറ്റൈറ്റ് എന്നത് ഇരുമ്പിൻ്റെ അയിരാണ്, ഹെമറ്റൈറ്റും മാഗ്നൈറ്റും. അപ്പോൾ അതിൽ മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിന് അതിൻ്റെ അപദ്രവ്യമായ SnO2 നിന്നും വേർതിരിക്കാൻ ഏത് മാർഗം ഉപയോഗിക്കാം? കാന്തിക വിഭജനം. നെക്സ്റ്റ് വൺ, കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു. കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന അതിനെയൊക്കെ എന്താ പറയുക, അടങ്ങിയിരിക്കുന്ന അല്ലേ, വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു. ക്വസ്റ്റ്യനിൽ കുറച്ച് ഫാക്ട്സ് ഇല്ല ഉണ്ട്, വ്യത്യാസമുണ്ട്. അതിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? ഇലിമിനേറ്ററിനെ വേർതിരിക്കുക എന്നുള്ളതായിരിക്കും. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, ഡിലീറ്റ് ആയി പോവുകയുള്ള ക്വസ്റ്റ്യനൊക്കെ. നെക്സ്റ്റ് വൺ, താഴെ പറഞ്ഞ സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത്? താഴെ പറഞ്ഞ സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി പ്രവർത്തിക്കുമ്പോൾ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത്? അതായത് അത് കത്തുന്നു ആ സമയത്ത് ഏതായിരിക്കും എന്നുള്ളതാണ്. ആൻസർ കാൽസ്യം കാർബൈഡ് പ്ലസ് വാട്ടർ. അതുമ്പോഴത് അന്തരീക്ഷത്തിൽ വെച്ച് ഓക്സിജൻ ലിബറേറ്റ് ഇല്ല, അത് കത്താൻ സഹായിക്കുന്നുണ്ട്. ആ സമയത്ത് അത് തീ ജ്വലനം ഉണ്ടാകുന്നു. ആൻസർ കാൽസ്യം കാർബൈഡാണ്. നെക്സ്റ്റ് വരുന്നത്, കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? നിലവിലെ ചെയർമാൻ മുരളി ചീരോത്ത്. 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ്? ഓപ്ഷൻ എ നവദീപ് സിംഗ് ആണ്. ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, തകഴി ശിവശങ്കരപ്പിള്ള 1984. നെക്സ്റ്റ്, തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 2ഉം 4ഉം ശരിയല്ലാത്തവയാണ്. വൈകുണ്ഠസ്വാമിയുടേതും 4ാമത്തത് അല്ലേ. ഓക്കെ. നെക്സ്റ്റ് വൺ, ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ്? ഇല്ലിക്കുന്ന്. പകൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? അതായത് സോഫിയ ഖുറേഷിയും പിന്നെ മൂന്നാമത്തേത് വ്യോമിക സിംഗുമാണ്. സോഫിയ ഖുറേഷി ആൻഡ് വ്യോമിക സിംഗ്. എപ്പോഴും ഖുറേഷി കുറേ കേട്ടിട്ടുണ്ട് നമ്മൾ അല്ലേ. സോഫിയ ഖുറേഷി ആൻഡ് വ്യോമിക സിംഗ് ആണ്. നെക്സ്റ്റ്, 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? ഓപ്ഷൻ ബി പി സതീദേവി. നെക്സ്റ്റ് വൺ, ഇ ഗവേണൻസ് എന്നാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഡി സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഇ ഗവേണൻസ്. സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതാണെന്ത്? ഇ ഗവേണൻസ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പ്രിൻ്ററാണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏതാണ് ലാനിൻ്റെ നിർവചനം? ലാൻ എന്താണ്? ഏതാണത്? ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ, ഉദാഹരണം കെട്ടിടമല്ലെങ്കിൽ ക്യാമ്പസ്, കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന പ്രക്രിയ. ഭൂമിശാസ്ത്രപരമായ ചെറിയ പ്രദേശത്തിനുള്ളിൽ കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ലാൻ എന്ന് പറയുന്നത്. ലാൻഡ് ഓർക്കുക. നെക്സ്റ്റ് വൺ, കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആരൊക്കെയാണ്? 2024 ഓർക്കുക, നോബൽ സമ്മാനം ഭൗതികശാസ്ത്രം.
ആൻസർ ജോൺ ജെ ഹോപ്ഫീൽഡ് ആൻഡ് ജെഫ്രി ഹിൻറ്റൺ. ഹോപ്ഫീൽഡ് ആൻഡ് ജെഫ്രി ഹിൻറ്റൺ. നെക്സ്റ്റ്, ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസ്സർ ചിപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? വില്ലോ. നെക്സ്റ്റ് വൺ, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. നെക്സ്റ്റ് വൺ, പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 22 പോക്സോ. വിവരാവകാശ നിയമം ആദ്യമായി പാസ്സാക്കിയത് ഏത് രാജ്യമാണ്? സ്വീഡൻ. നെക്സ്റ്റ് വൺ, മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമം MWP ആക്ട് പ്രകാരം വൃദ്ധസദനങ്ങളെക്കുറിച്ച് ഏത് അധ്യായത്തിലാണ് പറയുന്നത്? വൃദ്ധസദനങ്ങളെക്കുറിച്ച് ഏത് അധ്യായത്തിലാണ് പറയുന്നത്? അധ്യായം 3 MWP ആക്ട് പ്രകാരം അധ്യായം 3 വൃദ്ധസദനങ്ങളെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, 2025 കബഡി ലോകകപ്പ് വേദി ഏതാണ്? ഇംഗ്ലണ്ട്. 2025 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ്. കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ്. നെക്സ്റ്റ് വൺ, ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ആരാണ്? ആൻസർ ഇതെല്ലാം ശരിയാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ, സേവനദാതാവ്, മജിസ്ട്രേറ്റ്, സംരക്ഷണ ഉദ്യോഗസ്ഥനുമൊക്കെ എന്ത് ചെയ്യാം? ഈ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ്, യഥാക്രമം 10, 15, 24 മിനിറ്റ് ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നു. രാവിലെ 8 മണിക്ക് 3 മണികളും ഒരുമിച്ച് മുഴങ്ങാൻ തുടങ്ങും. അവ വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്ന എത്ര മണിക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി 10 AM. 72ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 0.15. 108 km/മണിക്കൂർ വേഗത ഡാഷിന് സമാനമാണ്. ആൻസർ ഓപ്ഷൻ ബി 30 m/s. നെക്സ്റ്റ് വൺ, 16 പുരുഷന്മാർക്ക് 30 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും. 24 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? 20 ദിവസം. ഓപ്ഷൻ ബി. 24 സെൻറ്റിമീറ്റർ ഉയരവും 6 സെൻറ്റിമീറ്റർ ബേസ് റേഡിയസുമുള്ള ഒരു കോൺ ഉരുക്കി ഒരു ഗോളത്തിൻ്റെ രൂപത്തിൽ പുനർരൂപകൽപ്പന ചെയ്തിരിക്കുന്നുവെങ്കിൽ ആ ഗോളത്തിൻ്റെ ആരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 6 സെൻറ്റിമീറ്റർ. ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 36. നെക്സ്റ്റ് വൺ, 0, 6, 24, 60. അടുത്ത നമ്പർ എത്രയാണ്? 120. ഓപ്ഷൻ ഡി. WFB TGD QHG. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് NIK. നെക്സ്റ്റ് നമ്പർ 79. 6/9/2022 മുതൽ 8 മാസം 7 ദിവസം പൂർത്തിയാകുന്ന തീയതി. അതായത് 6/9/2022 മുതൽ 8 മാസം 7 ദിവസം പൂർത്തിയാകുന്ന തീയതി എന്നാണ്. ആൻസർ ഓപ്ഷൻ സി 12/5/23 ആണ്. നെക്സ്റ്റ് E = 5, പെൻ 35 ആണെങ്കിൽ പേജ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? ആൻസർ ഓപ്ഷൻ ഡി 29. നെക്സ്റ്റ് ഇംഗ്ലീഷ് ആണ്. ചൂസ് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ ടു കംപ്ലീറ്റ് ദ ഫ്രേസ് ഗിവൺ ബിലോ. എ ഡാഷ് ഓഫ് സ്റ്റേഴ്സ്. എ ഡാഷ് ഓഫ് സ്റ്റേഴ്സ്. എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ്. ഓപ്ഷൻ എ. ആഡ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ടു ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ടു മേക്ക് ഇറ്റ് എ ക്വസ്റ്റ്യൻ. ഷീ സെൽഡം ഗോസ് ഔട്ട് ഡാഷ്. ഷീ സെൽഡം ഗോസ് ഔട്ട് എന്ന് പറയുമ്പോൾ അത് ഡസ് ഷീ ആണ് അല്ലേ? സെൽഡം നോട്ടാണ്. ഡസ് ഷീ ആണ്. ക്വസ്റ്റ്യൻ ടാഗ് ഡസ് ഷീ. നെക്സ്റ്റ് വൺ, ഫിൽ അപ്പ് വിത്ത് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. റോഹൻ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് ലേണിംഗ് ന്യൂ ലാംഗ്വേജസ്. ആൻസർ ഇൻ. ഇൻട്രസ്റ്റഡ് ഇൻ ന്യൂ ലാംഗ്വേജസ്. ഇൻട്രസ്റ്റഡ് ഇൻ ന്യൂ ലാംഗ്വേജസ്. ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻറ്റു ആക്റ്റീവ് ടു പാസീവ്. ആക്റ്റീവ് ടു പാസീവ് ഫോം. പാസീവ് ഫോം ആക്കുക. ചൂസ് യുവർ കറക്റ്റ് ആൻസർ ഫ്രം ദി ഗിവൺ ഓപ്ഷൻ. ക്വസ്റ്റ്യൻ, മൈ കസിൻ ഹാസ് ഡ്രോൺ ദിസ് പിക്ചർ. അതിനെ പാസീവ് ഫോമിലേക്ക് ആക്കണം. ആൻസർ ഓപ്ഷൻ സി. ദിസ് പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ. ഇവിടെ നിന്ന് തുടങ്ങി അല്ലേ? തുടങ്ങി. അത് ഒബ്ജക്റ്റ് സബ്ജക്റ്റ് നിന്നും ഒബ്ജക്റ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റ് മുതൽ തിരിച്ചിട്ടാലും മതി. ഓക്കെ. ദിസ് പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ. ഹാസ് ബീൻ ആവുന്നു. അങ്ങനെയൊക്കെ പഠിച്ചാലും മതി. ഹാസ് ഡ്രോൺ എന്നുള്ളത് ഹാസ് ബീൻ ഡ്രോൺ എന്നാവുന്നു. സോ ദിസ് പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ. നെക്സ്റ്റ്, fill up suitably. Wide. WID. Wide means the same as. Answer option D. Broad.
വിസ്തൃതി. നെക്സ്റ്റ് വൺ, റീപ്ലേസ് ദ ഇൻ്റർലൈൻഡ് വേർഡ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ് വിത്ത് സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ് കൊടുക്കുക. ക്യാൻസലിന് ഫ്രേസൽ വെർബ് ഉണ്ടാക്കി എഴുതുക. ആൻസർ ഓപ്ഷൻ എ, കോൾ ഓഫ്. ക്യാൻസൽ, കോൾ ഓഫ്. ചൂസ് ദ കറക്റ്റ് സ്പെൽറ്റ് വേർഡ് ഫ്രം ദി ഫോളോയിങ്. ആൻസർ മൂന്നാമത്തതാണ് ആർഗ്യുമെൻറ്റ്. ARGUMENT, ARGUMENT, ആർഗ്യുമെൻറ്റ്. ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഹൗ ഡു യു ഫീൽ ദിസ് മോർണിംഗ് ഹി ആസ്ക്ഡ് മീ. അതിനെ റിപ്പോർട്ടിംഗ് ആയിട്ട് മാറ്റണം, റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റണം. ആൻസർ ഓപ്ഷൻ സി ആണ്. ഹി ആസ്ക്ഡ് മീ ഹൗ ഐ ഫെൽറ്റ് ദാറ്റ് മോർണിംഗ്. ഹി ആസ്ക്ഡ് മീ ഹൗ ഐ ഫെൽറ്റ് ദാറ്റ് മോർണിംഗ്. നെക്സ്റ്റ് വൺ, ഫിൽ അപ്പ് വിത്ത് ദ കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദി ഗിവൺ. correct tense of the verb. Fill up with the correct tense form of the verb given in the bracket. നോക്കാം. When her mother arrived, Isha dash ബ്രാക്കറ്റിൽ ഫിനിഷ് അതാ വെർബ് ഫോം. ദ ലോണ്ട്രി ഫിനിഷിൻ്റെ വെർബ് ഫോം നമ്മൾ കറക്റ്റ് ആക്കി എഴുതിയാൽ മതി. വെൻ ഹെർ മദർ അറൈവ്ഡ് ഇഷ ഏതാണ്? ഹാർട്ട് ഫിനിഷ്ഡ് ദ ലോണ്ട്രി. ഹാർട്ട് ഫിനിഷ്ഡ് ദ ലോണ്ട്രി. നെക്സ്റ്റ് വൺ, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് സ്യൂട്ടബിളി. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അൺലെസ് യു സ്റ്റഡി വെൽ യു വിൽ നോട്ട് പാസ്. അൺലെസ് യു സ്റ്റഡി വെൽ യു വിൽ നോട്ട് പാസ്. നെക്സ്റ്റ്, അടിവരയിട്ട സന്ദർഭത്തിന് അനുയോജ്യമായ പദം എന്താണെന്ന്. അടിവരയിട്ടതിന് അനുയോജ്യമായ പദം എഴുതുക. ശിരസിൻ്റെ അർത്ഥം തല. അടിവരയിട്ടതിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏതാണ്? അടിവരയിട്ടതിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏതാണ് അല്ലേ? ശിരസിൻ്റെ അർത്ഥം തല. നോക്കാം ഏതാണെന്ന് ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ സി. എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട. ഓക്കെ, ഇതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, വചനപ്രത്യയം ഇല്ലാത്ത വരി ഏതാണ്? വചനപ്രത്യയം ഇല്ലാത്ത വരി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കണ്ണേ മടങ്ങുക, കരിഞ്ഞു മെലിഞ്ഞു, മാശു മാ കണ്ണി കുമി മലരു വിസ്തൃതമാകും ഇപ്പോൾ. നെക്സ്റ്റ് വൺ, ശരിയായ പര്യായപദം ഏതൊക്കെയാണ്? പര്യായപദം അച്ഛൻ, ജനയിതാവ്. അതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ. 94, കേരള സർക്കാർ കത്തുകളിൽ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിന് പകരം ഉപയോഗിക്കാൻ നിശ്ചയിക്കപ്പെട്ട വാക്ക്. ഇവിടെ ഫ്രമിന് ടു എഴുതാറില്ലേ? അതിൽ ഫ്രമിന് പകരം എഴുതുന്ന വാക്ക് ഏതാണ്? പ്രേഷിതൻ. നെക്സ്റ്റ് വൺ, പിരിച്ചെഴുതിയതിൽ ശരി ഏതാണ്? ശരി ഏതാണ്? കൺ പ്ലസ് നീർ, കണ്ണുനീർ. ശരിയായ വിപരീത പദങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ 1ഉം 4ഉമാണ് ശരിയായത്. അബദ്ധം വിപരീത പദമാണ്. അബദ്ധം, സുബദ്ധം ശരിയാണ്. അതുപോലെ ഖണ്ഡനം, മണ്ഡനം. ഖണ്ഡനം, മണ്ഡനം അല്ലേ? നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാക്യത്തിൽ തെറ്റുള്ള ഭാഗം ഏതൊക്കെയാണ്? അതായത് വിദ്യാർത്ഥികൾ അവധിക്കാലം ചെലവഴിക്കുന്നതിനെക്കുറിച്ച് അധ്യാപക രക്ഷിതാക്കളോടും ആലോചിക്കേണ്ട അല്ലേ? ഒരു സെൻറ്റൻസാണ്, അതിനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. തെറ്റുള്ള ഭാഗം ഏതാണ്? തെറ്റുള്ള ഭാഗം ഏതാണ്? 2, 3 തെറ്റുള്ള ഭാഗം 2, 3 ഓപ്ഷൻ സി. അതായത് ചിലവഴിക്കുന്നതിനെക്കുറിച്ച് എന്നുള്ളത് അവധിക്കാലം ചിലവഴിക്കുന്നതിനെക്കുറിച്ച്, അവധിക്കാലം ചിലവഴിക്കുകയും കൂടെ വേണ്ട, അതാണ്. പിന്നെ മൂന്നാമത്തത് അധ്യാപകരും രക്ഷിതാക്കളോടും അല്ലേ എന്നുള്ളത്. അപ്പം ഇത് രണ്ടും തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ സമാനാർത്ഥം വരാത്ത പ്രയോഗം. സമാനാർത്ഥം വരാത്ത പ്രയോഗം. ഇത് മലയാളം ക്വസ്റ്റ്യൻ വായിച്ചെടുക്കണമെങ്കിൽ തന്നെ കുറച്ച് പാട് വരുന്നുണ്ട് അല്ലേ? താഴെ കൊടുത്തിട്ടുള്ളവയിൽ സമാന അർത്ഥം വരാത്ത പ്രയോഗം ഏതാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഒരു പടി അടച്ചാൽ 9 പടി തുറക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിൻ്റെ ഒറ്റപ്പദമാണ് ഭാഗിനേയൻ? ഒറ്റപ്പദം ഭാഗിനേയൻ ഏതാണ്? സഹോദരിയുടെ മകനാണ് ഭാഗിനേയൻ. നെക്സ്റ്റ്, വ്യത്യസ്തമായ സമാസമുള്ള പദം. വ്യത്യസ്തമായ സമാസം ഉള്ള പദം ഏതാണ്? മരപ്പൊടിയാണ് കേട്ടോ. സമാസം മരപ്പൊടിയാണ് ആൻസർ വന്നേക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് പറഞ്ഞ് നിങ്ങൾക്ക് പ്രയോജനമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ്